ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും കൂടെ പുരട്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്ക, തക്കോലം, പട്ട, ഗ്രാമ്പു ഇവയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ തേങ്ങയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിളക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണേ. ഇനി ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ സവോള ഇടാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. സവോളയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് ഇളക്കി മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. തക്കാളി വാടി കഴിയുമ്പോൾ ചിക്കൻ ചേർക്കാം. നന്നായി ഇളക്കിയിട്ട് അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി മാറ്റാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാക്കൂട്ട് അരച്ചത് ചേർത്തിട്ട് ഇളക്കാം. ഇനി അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മളുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് ചോറ്, അപ്പം, ചപ്പാത്തി, കപ്പ, ഇഡ്ഡലി, ദോശ എന്തിൻ്റെ കൂടെയും സൂപ്പറാണ്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്